ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനൊന്നുമില്ലാതെ വെറും ഒരു അലുമിനിയം പാത്രത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള എഗ്ഗ് പപ്സ് റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കല്ലോ, ആ ഒരു പാകത്തിൽ കുഴച്ചാൽ മതി. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇനി മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1.5 ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ടൊരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 3 പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ അത്യാവശ്യം വലുപ്പത്തിലും കുറച്ച് കട്ടിയോടെയും വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മേലെ മുഴുവനായിട്ടും സൺഫ്ലവർ ഓയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ മുഴുവനായിട്ടും മൈദ കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു അറ്റുണ്ടല്ലോ, ഇതുപോലെ സെൻറ്ററിലേക്ക് ഒന്ന് മടക്കാം. നേരെ ഓപ്പോസിറ്റും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഓയിൽ തേച്ച് കൊടുക്കാം, മൈദ വിതറാം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു അറ്റം സെൻറ്ററിലേക്ക് മടക്കാം, ഓയിൽ തേച്ച് കൊടുക്കാം, മൈദ വിതറാം. എന്നിട്ട് ഇത് ആദ്യം ചെയ്ത പോലെ ഈ ഒരു അറ്റവും ഇതിൻ്റെ സെൻറ്ററിലോട്ട് മടക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഇനി ഇത് അത്യാവശ്യം വലുപ്പത്തിലും കട്ടിയിലും ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ 4 സൈഡും ഒന്ന് മുറിച്ചിട്ട് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിതൊരു 6 കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി ഓരോ കഷ്ണത്തിലും ഫില്ലിങ് വെച്ച് കൊടുക്കാം. ശേഷം പകുതി മുറിച്ചെടുത്തിട്ടുള്ള എഗ്ഗ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ പപ്സ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ പപ്സ് എല്ലാം നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു എഗ്ഗ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ, ഈ പപ്സിലെല്ലാം നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അലുമിനിയം പാത്രത്തിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റ് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ശേഷം ഇത് അടയ്ക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 45 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് 45 മിനിറ്റ് ആയിട്ടുണ്ട്. പപ്സ് എന്തായെന്ന് തുറന്ന് നോക്കാം. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ കഴിക്കാൻ. അപ്പോൾ ഓവനൊന്നുമില്ലാതെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു എഗ്ഗ് പപ്സ് ഉണ്ടാക്കിയെടുത്തിട്ടില്ലല്ലേ. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി എഗ്ഗ് പപ്സ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.